കർണാടകയിലെ കുടക് ജില്ലയിലെ ഒരു താലൂക്കും പഴയൊരു പട്ടണമൊക്കെ ആയിട്ടുള്ള വിരാജ്പേട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതൊക്കെ രാവിലെ തന്നെ എന്നാ കോടയും തണുപ്പും ഈ ഒരു വേനൽക്കാലമായിട്ടല്ലേ മൊത്തം ഇങ്ങനെ മൂടി നിൽക്കുകയാണേ. സമയം ഇപ്പം ഇത് 6:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇതാണ് ഇപ്പം ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെയൊക്കെ ഒരുപാട് കടകളും സ്ഥാപനങ്ങളൊക്കെ നമുക്ക് കാണാം. അതൊക്കെ ഓപ്പൺ ചെയ്ത് വരുന്നേ ഉള്ളേ. അപ്പോൾ ടൗൺ മൊത്തം ഇങ്ങനെ കാലിയായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഇവിടുത്തെ ടൗൺ മുനിസിപ്പൽ കൗൺസിലിൻ്റെ ജോലിക്കാരാണ് അവർ. രാവിലെ തന്നെ ഈ ടൗണൊക്കെ ക്ലീൻ ചെയ്യുന്നത് കണ്ടില്ലേ. വിരാജ്പേട്ടിൻ്റെ ഒരു ലാൻഡ്മാർക്കാണ് ഈ കാണുന്ന ക്ലോക്ക് ടവർ കേട്ടോ. കറക്റ്റ് പറഞ്ഞപ്പോഴത്തേനും ക്ലോക്കിൽ മണി അടിക്കുന്നുണ്ടോ, 7 മണി. അപ്പം വിരാജ്പേട്ട് ടൗണിൻ്റെ ഒരു മധ്യഭാഗത്തായിട്ടാണ് ഈ ക്ലോക്ക് ടവർ സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ലോക്ക് ടവറിന് 100 വർഷത്തിന് മുകളിൽ പഴക്കമുണ്ട്. 1911 ഡൽഹി ദർബാറിൻ്റെ സ്മരണയ്ക്കായിട്ട് ജോർജ് 5ാമൻ രാജാവാണ് ഈ ക്ലോക്ക് ടവർ ഇവിടെ നിർമ്മിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ശിലാസ്ഥാപനം 1914 ഫെബ്രുവരി 5 ചീഫ് കമ്മീഷണർ സർ ഹഗ് ഡാലി നിർവഹിച്ചു. അപ്പം അതിൻ്റെ കാര്യങ്ങളെല്ലാം ക്ലോക്ക് ടവറിലൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് 1915 ജനുവരിയിലാണ് ഈ ക്ലോക്ക് ടവറിൻ്റെ ഉദ്ഘാടനമൊക്കെ നിർവഹിക്കുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വിരാജ്പേട്ടിൻ്റെ ഒരു ലാൻഡ്മാർക്കും ഒരു പൈതൃക സ്ഥാനമാണ് ഈ ക്ലോക്ക് ടവറിനുള്ളത്. അപ്പോൾ ഈ ക്ലോക്ക് ടവറിനോട് ചേർന്നാണ് വിരാജ്പേട്ടിലെ പോസ്റ്റ് ഓഫീസ്. ഇത് കണ്ടില്ലേ, ഇതൊരു പഴയൊരു കെട്ടിടമാണ്, നേരത്തെ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ആ കാണുന്ന കെട്ടിടത്തിലാണ് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. പോസ്റ്റ് ഓഫീസിനോട് തൊട്ട് ചേർന്നാണ് ഇവിടുത്തെ പ്രശസ്തമായ ഗണപതി ക്ഷേത്രമുള്ളത് കേട്ടോ. 170 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ക്ഷേത്രമാണ്. 1855 തമിഴ്നാട്ടിൽ നിന്നുള്ള വ്യാപാരികളാണ് ഈ ക്ഷേത്രം ഇവിടെ സ്ഥാപിക്കുന്നത്. ദ്രാവിഡ വാസ്തുവിദ്യയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം എന്ന് പറയുന്നത് ഗണേശ ഫെസ്റ്റിവലാണ്. അതിവിടെ നല്ല രീതിയിൽ ആഘോഷിക്കും കേട്ടോ. 11 ദിവസത്തെ ആഘോഷമാണെന്ന് പറഞ്ഞത്. ഇവിടെ മൊത്തം ഈ പട്ടണം മൊത്തം ലൈറ്റൊക്കെ ഇട്ടിട്ട്. മലയാളം അറിയില്ലല്ലേ? കുറച്ചൊക്കെ അറിയാം അല്ലേ? ഇവിടെ ഉള്ളവർക്ക് അറിയാമല്ലോ, നല്ല രീതിയിൽ മലയാളം പറയുന്നുണ്ടല്ലോ. അതെയോ, അറിയാമല്ലേ? അപ്പോൾ ചേച്ചി ഇവിടെ ഒരു പൂക്കട നടത്തുവാണ്. ഒത്തിരി മലയാളികളില്ലേ ഇവിടെ? ഒരുപാട് പേരില്ലേ മലയാളികൾ? ഉണ്ടല്ലേ? ചേച്ചി ഇവിടെ തന്നെയാണോ? ജനിച്ചതൊക്കെ ഇവിടെ തന്നെയാണോ? അതെ. അപ്പോൾ ഇവിടെ ഈ രാവിലെ തന്നെ ഈ ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ നടത്തുന്നവർ ഈ റോഡ് സൈഡിൽ. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഉണർന്ന് പ്രവർത്തിച്ച് വരുവാണ്. ശരിക്കും പറഞ്ഞാൽ ഈ വിരാജ്പേട്ട് ടൗണ് ഈ ക്ലോക്ക് ടവറും ക്ഷേത്രവും ഈ പോസ്റ്റ് ഓഫീസൊക്കെ വരുന്ന ഈ ഭാഗമില്ല, അതൊരു ഉയർന്ന പ്രദേശത്താണുള്ളത് കേട്ടോ. ഒരു കുന്നിൻ്റെ മേളിലാണെന്ന് തന്നെ പറയാം. അപ്പോൾ ഇവിടുന്ന് താഴേക്ക് അങ്ങൊരു വഴി പോകുന്നുണ്ട്, കണ്ടില്ലേ? ശരിക്കും ഇതൊരു പഴയൊരു ടൗൺഷിപ്പാണ്. ഇവിടെ വലിയ പുരോഗതിയൊന്നുമില്ല. അത് തുടങ്ങിയ ഒരു കാലത്തുള്ള കെട്ടിടങ്ങളൊക്കെ തന്നെയാണ് കൂടുതൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു പഴമ നല്ലപോലെ അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങ് നോക്കിയാൽ ആ ഒരു വഴി എങ്ങനെ പോകുന്നത്, അതിൻ്റെ പിന്നിലായിട്ട് കണ്ടില്ലേ വലിയൊരു മല കാണാം. അപ്പോൾ അവിടെ അതിൻ്റെ മേളിൽ നമുക്ക് കയറണം. അവിടെ മേളിൽ കയറി കഴിഞ്ഞാൽ ഈ ടൗണിൻ്റെ അടിപൊളി ഒരു വ്യൂ ഒക്കെ കിട്ടും. ഇപ്പോൾ മൊത്തം അങ്ങനെ കോട കയറി കിടക്കുകയാണ്. ഇത് കണ്ടില്ലേ, ഇവിടെ ഈ റോഡ് സൈഡിൽ കച്ചവടം ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ. ഇവിടെ ഈ ക്ഷേത്രം ഉള്ളതുകൊണ്ട് തന്നെ പൂക്കളൊക്കെ വിൽക്കുന്നവർ, അവർ രാവിലെ തന്നെ ഇവിടെ നിരത്തി വെച്ചിട്ട് അവരുടെ ജോലിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പൂമാലകളൊക്കെയാണേ. പിന്നെ പഴക്കച്ചവടങ്ങൾ, ബാക്കിയുള്ള കടകളൊക്കെ ഇങ്ങനെ തുറന്നു വരുന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ആ മേളിൽ നിന്ന് കണ്ട ആ മലയുടെ മേളിലേക്കാണ് പോകുന്നത് കേട്ടോ. ഇവിടുന്ന് എത്ര ദൂരം ഉണ്ട് ചേട്ടാ? 4 കിലോമീറ്റർ വരുമോ? അപ്പോൾ അവിടെ ഒരു വ്യൂ പോയിൻറ്റും പിന്നെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്, ശിവൻ്റെ. ഇവിടെ ഈ സൈഡിൽ കാണുന്നതൊക്കെ വീടുകളല്ലേ? അല്ല, ടൗണിൽ തന്നെ ഒത്തിരി വീടുകൾ, ഈ നിരയിൽ ഒത്തിരി വീടുകൾ കാണാം. പിന്നെ ഉള്ളിലോട്ടൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നല്ല തണുപ്പുണ്ടല്ലേ രാവിലെ തന്നെ? അത് ഇങ്ങോട്ട് പോകുന്ന വഴി അത് കുശാൽ നഗർ അല്ലേ? ഓക്കെ. കുശാൽ നഗറിലേക്കൊക്കെ പോകുന്ന വഴി കണ്ടില്ലേ? ആ പഴയ കെട്ടിടങ്ങളൊക്കെ നമുക്കിവിടെ ഒരുപാട് കാണാം കേട്ടോ. വീടുകളും കടകളും അതുപോലെ മറ്റ് സ്ഥാപനങ്ങളൊക്കെ ആയിട്ട്. ഈ റോഡിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക അല്ലേ? ഇങ്ങനെ ഹെയർ പിന്നുകളൊക്കെ കയറിയാണ് മേളിലേക്ക് പോകുന്നത്. ചേട്ടാ അത് ഫോറസ്റ്റ് ആണോ? റിസർവ് ഫോറസ്റ്റ് അല്ലേ? അതൊക്കെ ഇങ്ങനെ കോടയിൽ മൂടി കിടക്കുവാണ്. മൃഗങ്ങളുണ്ടോ? ഈ ടൗണിലേക്ക് ഇറങ്ങി വരുമോ? ആനയുണ്ടല്ലേ? അമ്പലത്തിൻ്റെ കവാടമൊക്കെ നമുക്കിവിടെ കാണാം. നമ്മൾ കുറേ ദൂരം താഴെ നിന്ന് കയറി പോകുന്നു. ഞാനത് നടക്കാനുള്ള ദൂരം ഉണ്ടായിരിക്കും. അവിടുന്ന് ആ മല കണ്ടപ്പോൾ നല്ല ദൂരമുണ്ട്. ഇതൊരു ക്യാമ്പസ് ആണല്ലേ, കൂർഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെൻ്റൽ സയൻസ്. ഓക്കെ.
ഒരു ഡെൻ്റൽ കോളേജൊക്കെ ഉണ്ട് ഇവിടെ. ഇതൊക്കെ കോളേജിൻ്റെ ഭാഗമാണോ? ആ, അങ്ങനത്തെ ഈ മലയുടെ ടോപ്പിലെത്തി. ഇനി കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ശിവൻ്റെ അമ്പലത്തിലേക്ക് എത്താം. അതിന് മുന്നേ നമുക്ക് ഈ വ്യൂ പോയിൻ്റ് കണ്ടിട്ട് പോകാം കേട്ടോ. അപ്പോൾ ടൗണിൽ നിന്ന് ഒരു 3-4 കിലോമീറ്റർ ദൂരം ഉണ്ട്. ഓട്ടോയ്ക്ക് 100 രൂപയാണ് ആയത്. ആ ചേട്ടൻ മലയാളിയാണ് കേട്ടോ. ചേട്ടൻ്റെ നാട് പയ്യന്നൂരിലാണ്. ചേട്ടൻ നമ്പർ വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ തിരിച്ചു പോകണ്ടേ. ഇവിടെ അങ്ങനെ അധികം വണ്ടികളൊന്നും കയറി വരുമൊന്നുമില്ല. ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും വിചാരിച്ചില്ല കേട്ടോ. ഇത് നോക്കി, അടിപൊളി ഒരു വ്യൂ പോയിൻ്റാണ്. നമുക്ക് വിരാജ്പേട്ട് പട്ടണം മൊത്തം കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ചെറിയ രീതിയിലൊരു മൂടലുണ്ട് ആ മഞ്ഞ് കയറി കിടക്കണോണ്ട് തന്നെ. എന്നാലും നമുക്ക് ആ ഒരു ടൗണിൻ്റെ ഭാഗമൊക്കെ നല്ല രീതിയിൽ കാണാം കേട്ടോ. അതേ, അപ്പോൾ ആ ക്ലോക്ക് ടവറൊക്കെ ഇവിടുന്ന് വ്യക്തമായിട്ട് കാണാം. അവിടെ നിന്നാണ് ഇങ്ങ് വന്നത്. അപ്പോൾ വിരാജ്പേട്ടിൻ്റെ മൊത്തമായിട്ടുള്ളൊരു കാഴ്ച നമുക്ക് ഇവിടുന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഈ വ്യൂ പോയിൻറ്റിൻ്റെ ഒരു ഹൈലൈറ്റായിട്ട് പറയാനുള്ളത് കേട്ടോ. ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. അങ്ങ് ദൂരെ വലിയ മലനിരകളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ചെറിയ രീതിയിൽ മഞ്ഞ് മൂടി കിടക്കണോണ്ടാണ് നമുക്ക് അത്രയും വ്യക്തമല്ലാത്തത് കേട്ടോ. അതുപോലെ തന്നെ ടൗണിലെ കടകളും സ്ഥാപനങ്ങളും വീടുകളും ആരാധനാലയങ്ങളും ഒക്കെ നമുക്ക് ഇവിടുന്ന് കാണാം. ഇവിടെ നല്ല രീതിയിൽ ക്ലൗഡ് ബെഡൊക്കെ കിട്ടാൻ സാധ്യതയുള്ളൊരു വ്യൂ പോയിൻറ്റ് തന്നെയാണ് കേട്ടോ. മഞ്ഞുള്ള ടൈമിലൊക്കെ രാവിലെ വരുവാണെങ്കിൽ ഇവിടുത്തെ നൈറ്റ് വ്യൂയും കൂടെ ഒന്ന് കാണേണ്ടത് തന്നെ ആയിരിക്കും കേട്ടോ. കാരണം വെച്ചാൽ അവിടുത്തെ പട്ടണം മൊത്തം ഇങ്ങനെ പ്രകാശം നിറഞ്ഞ് കഴിയുമ്പോഴത്തേനും ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയായിരിക്കും. അപ്പോൾ ആ വ്യൂ പോയിൻറ്റിൻ്റെ ഇവിടുന്ന് വീണ്ടും ദൈ വഴി മുന്നോട്ട് തുടർന്ന് പോവുകയാണേ. നല്ല കയറ്റമുണ്ട്. അപ്പോൾ ഈ മലയുടെ ഏറ്റവും ടോപ്പിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല എന്ന് പറയാം. ഇതിൽ കുറച്ച് ദൂരം നടന്നാൽ ആ ഒരു ശിവക്ഷേത്രത്തിലേക്ക് എത്താൻ സാധിക്കുമെന്നാണ് ആ ഓട്ടോ ഓടിച്ച് ചേട്ടൻ പറഞ്ഞ കേട്ടോ. ആ ബോഗൺ വില്ലകൾ ഇങ്ങനെ പൂത്തു വെക്കുന്ന കാണാനായിട്ടൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഈ വേലിക്കകത്ത് അവിടെ വലിയൊരു വീട് കാണാം കേട്ടോ. കണ്ടിട്ട് നമ്മുടെ കേരള ശൈലിയിലൊക്കെ പണി കഴിപ്പിച്ചേക്കുന്നൊരു വീട് പോലെയൊക്കെ ഉണ്ട്. ഈ കുടക് റീജിയനിൽ കാപ്പിയാണ് മെയിനായിട്ടും കൃഷി ചെയ്യുന്നത്. കാപ്പിയുണ്ട്, പിന്നെ ഏലമുണ്ട് കേട്ടോ. ഒരുപാട് കാപ്പിത്തോട്ടങ്ങൾ നമുക്ക് ഈ ഒരു പ്രദേശങ്ങളിലൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ടല്ലേ. വലിയൊരു കാപ്പിത്തോട്ടമാണേ. കണ്ടോ, ഈ മലയുടെ ചെരുവിലായിട്ട്. അതല്ലാതെ മറ്റു കൃഷികളൊക്കെ വളരെ കുറവാണ്. പിന്നെ നെൽകൃഷി ചെയ്യുന്നുണ്ട്. പച്ചക്കറികളൊക്കെ എനിക്ക് തോന്നണേ ഇവിടെ കുറവാണെന്ന് തന്നെ തോന്നും. ഇതൊക്കെ മുന്നോട്ട് വലിയ പടവുകൾ കാണാം കേട്ടോ. ഇത് അമ്പലത്തിലേക്കുള്ളതായിരിക്കുമോ എന്താണെന്ന് അറിയില്ല കേട്ടോ. ഇവിടെ കന്നഡയിലാണ് എന്തൊക്കെ എഴുതി വെച്ചേക്കുന്നത്. ഇവിടെ കവറേജും ഇല്ല കേട്ടോ, നെറ്റ്വർക്ക്. അതുകൊണ്ട് എന്താണെന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കാനും സാധിക്കില്ല. ഇത് വലിയൊരു എസ്റ്റേറ്റ് തന്നെയാണ് കേട്ടോ. ഒരു വനത്തിൻ്റെയൊക്കെ ഉള്ളിലൂടെ നടക്കുന്ന ഒരു ഫീൽ തന്നെ കിട്ടുന്നുണ്ടേ. പണ്ട് വനമായിരുന്നിരിക്കാം, അതൊക്കെ വെട്ടിത്തെളിച്ച് എസ്റ്റേറ്റാക്കി എടുത്തിരിക്കുന്നതായിരിക്കും. ഇവിടെയൊക്കെ ഈ വഴിയൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രദേശമൊന്നും ആരെയും കാണുന്നില്ല കേട്ടോ. മനുഷ്യരും ഇല്ല, വാഹനങ്ങളും ഇല്ല. അങ്ങനെ ഒരു വിജനമായൊരു പ്രദേശം പോലെയുണ്ട്. അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്തിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ, ഈ പ്രദേശമൊക്കെ കണ്ടപ്പോഴത്തേക്കും. അതെ, അമ്പലത്തിൻ്റെ അടുത്തെത്തി. ആ വ്യൂ പോയിൻ്റ് ഇവിടെ നിന്ന് ഏകദേശം 1/2 കിലോമീറ്റർ നടക്കാണ്ടേ. ഈ മലയുടെ ഏറ്റവും ടോപ്പിലാണ് ഈ അമ്പലം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഏറ്റവും ഉയർന്ന സ്ഥലമായതുകൊണ്ട് മൊബൈലിൻ്റെ ഒരു ടവറൊക്കെ കൊണ്ട് സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റെപ്പ് വഴി കയറി വന്നാണെന്നെങ്കിലും അമ്പലത്തിലേക്ക് എത്താൻ പറ്റുമായിരുന്നു. പിന്നെ എന്താണെന്ന് കറക്റ്റ് അറിയാത്തതുകൊണ്ടാണ് ഇതിൽ കയറാത്തത്. ഏതെങ്കിലും പ്രൈവറ്റ് പ്രോപ്പർട്ടികളിലേക്ക് അല്ലെങ്കിൽ ബംഗ്ലാവിലേക്ക് ചെല്ലുന്ന ഇതാണെന്നുണ്ടെങ്കിൽ നമ്മളങ്ങനെ അനുവാദം ഇല്ലാതെ കയറി ചെല്ലുന്നത് ശരിയല്ല എന്നോർത്താണ്. ഈ അമ്പലത്തിലും പ്രദേശത്തൊക്കെ ആരെയും കാണുന്നില്ല കേട്ടോ. നല്ല ശാന്തമായിട്ടുള്ളൊരു സ്ഥലം. ശ്രീ മലൈ മഹാദേവേശ്വര ടെമ്പിൾ എന്നാണ് ഈ അമ്പലത്തിൻ്റെ പേര്. രാവിലെ പൂജ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അകത്ത് വിളക്കൊക്കെ തെളിഞ്ഞിരിക്കുന്നുണ്ടേ. കണ്ടിട്ട് നമ്മുടെ കേരള ശൈലിയിലൊക്കെ പണി കഴിപ്പിച്ച അമ്പലം പോലെയുണ്ടേ. അകത്ത് ശ്രീകോവിലും അതുപോലെ തന്നെ ചുറ്റുമത്തിലൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് അമ്പലം കാണാൻ. നല്ല കടും വർണ്ണങ്ങളൊക്കെ പൂശിയിട്ട്. അപ്പോൾ ഈ മലയിൽ നിന്ന് തിരിച്ചിറങ്ങാൻ പോകാണ്ടോ. അമ്പലത്തിനോട് അധികം സമയമൊന്നും സ്പെൻഡ് ചെയ്തില്ല. ആ അമ്പലമായിട്ട് ബന്ധപ്പെട്ട ആരെയും കണ്ടില്ല അവിടെ. ഒരു മനുഷ്യൻ പോലും ഇല്ല കേട്ടോ. വലിയ കാപ്പിത്തോട്ടത്തിൻ്റെ നടുക്കായിട്ടാണ് അമ്പലം വരുന്നത്. ഈ തോട്ടങ്ങളിൽ ആരും ഇല്ല പണിയെടുക്കാനൊക്കെ ആയിട്ട്. ഇവിടെ ഈ പണിയൊന്നും എല്ലാ ദിവസവും ഇല്ലേ. ഇപ്പോൾ ഈ കായുള്ള ടൈം അല്ലാതെന്നുണ്ടോ, സീസണല്ലേ, കായൊന്നും അങ്ങനെ പിടിച്ചേക്കുന്നത് കാണാനായിട്ട് പറ്റില്ല. അതുപോലെ ഈ തേയിലത്തോട്ടങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും തന്നെ ജോലി ഉണ്ടാവുമല്ലോ, അതിങ്ങനെ തളിര് ഇങ്ങനെ ആയി വരുന്നതനുസരിച്ച്. ഇത് വൺസ് ഇതിൽ നിന്ന് ഇങ്ങനെ വിളവെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് കായാകുന്നവരെ അധികം ജോലിയൊന്നും കാണില്ലായിരിക്കും അല്ലേ. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ടും കാണുന്ന പോലെയുള്ള നാടൻ കാപ്പിയല്ല കേട്ടോ ഇവിടെ. ഇത് കണ്ടില്ലേ, അധികം ഹൈറ്റ് ഒന്നും വെക്കില്ല. നമ്മുടെ ഇവിടെ ഇങ്ങനെ വലിയ മരമായിട്ട് വളർന്നു പോകുന്നതല്ലേ. ഇത് മാക്സിമം ഒരു 5 അടി കൂടുതലൊന്നും ഹൈറ്റ് ഇല്ല ഇവിടെ നിൽക്കുന്ന കാപ്പി ചെടികൾക്ക്. അതുകൊണ്ട് അതിൻ്റെ ഇലയൊക്കെ വ്യത്യാസമുണ്ട് നാടൻ കാപ്പിയുടേതായിട്ട്. അത്ര വലിപ്പമില്ല ഇലയ്ക്ക്. ഇവിടെയൊക്കെ ഈ കാപ്പിത്തോട്ടങ്ങളുടെ നടുക്കായിട്ട് ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ടേ. അതിൽ മാവും പ്ലാവൊക്കെ ഉണ്ട് കേട്ടോ. അത് കണ്ടില്ലേ, ആ പ്ലാവിൽ നോക്കി എന്തോരം ചക്കയാണ് കായ്ച്ച് കിടക്കുന്നതെന്ന്. ഒരു പ്രത്യേക ഫീലാണേ ഇതിനുള്ളിലൂടെ നടക്കാനായിട്ട്.
പ്രകൃതിയുടെ ശബ്ദങ്ങളൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് പോകാം. ചീവീട് കരയുന്നതും പക്ഷികളുടെയൊക്കെ ശബ്ദമൊക്കെ ആയിട്ട് നല്ല തണുപ്പുണ്ട് ഈ മലയുടെ മുകളിലേക്ക് കയറിയപ്പോഴത്തേക്കും. അപ്പോൾ ഇനി ടൗണിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ആ ചേട്ടനെ വിളിക്കേണ്ടി വരും, അല്ലാതെ നമുക്കൊരു വണ്ടിയും ഇവിടുന്ന് കിട്ടില്ല കേട്ടോ. അങ്ങനെയാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ പോലും ഇത്ര സമയമായിട്ട് ഞാൻ ഈ വഴി വെച്ചിട്ട് ഒരാളെ പോലും കണ്ടില്ല. ഞാൻ വിചാരിക്കുന്നത് ഇനി ആ ചേട്ടനെ വിളിക്കാതെ തന്നെ നമുക്ക് താഴേക്ക് ഇറങ്ങി പോകാനായിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടെ താഴേക്ക് ഒരു വഴി ഉണ്ടല്ലേ, ഒരു വഴിയുണ്ട്, ഒരു മണ്ണിട്ട വഴി. മിക്കവാറും അതൊരു ഗ്രാമത്തിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അങ്ങനെ ആ ഗ്രാമത്തിൽ ചെന്നിട്ട് താഴേക്ക് ഇറങ്ങി പോകാൻ പറ്റുമായിരിക്കും. എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യമാണ്. നമുക്ക് എന്തായാലും ഒന്ന് ശ്രമിച്ച് നോക്കാമല്ലോ. അപ്പോൾ നല്ല കാഴ്ചകളൊക്കെ കിട്ടുകയും ചെയ്യും. ഇവിടേക്ക് ആളുകളൊക്കെ വരുന്നതാണ്. ചെരുപ്പിൻ്റെ ഒക്കെ പാടുകൾ കാണാം. രാവിലെയൊക്കെ വന്നിട്ട് പോയിട്ടുള്ളതായിരിക്കും. ഇവിടെ ഇങ്ങനെ ഒരു കൊടിമരമൊക്കെ നമുക്ക് കാണാം. ഇപ്പം എന്തേ ആ പ്രദേശമൊക്കെ ഉണ്ടല്ലേ, തെളിഞ്ഞ് വന്നിട്ടുണ്ടേ. അപ്പോൾ എൻ്റെ ഒരു കണക്കൂട്ടൽ ശരിയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് നടന്നാൽ തീർച്ചയായിട്ടും താഴെ എത്തും. മോശം വഴിയാണോ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അതൊരു ഗ്രാമത്തിലേക്ക് പോകുന്ന വഴിയാണ് എന്തായാലും. നടന്നു നോക്കാം. എന്നിട്ട് നമുക്ക് യാത്ര കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ തിരിച്ച് കയറി വരണം. എന്നിട്ട് ഓട്ടോ വിളിച്ച് പോകേണ്ടി വരും. നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണേ, കാരണം സ്ലിപ്പാവാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ പൊടി, വഴി നിറയെ പൊടിയാണ്. ഇവിടെ ഈ താഴെ ഒരു വീടൊക്കെ കാണാം. ഉണ്ടോ? ആ വഴി അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. അതൊക്കെ ഓരോ വീടുകളിലേക്കൊക്കെ പോകുന്നതാണേ. മിക്കവാറും ഈ വഴി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് താഴെ എത്താൻ പറ്റുമായിരിക്കും. ഇതൊക്കെ ഈ വെള്ളം മേളിലേക്ക് കൊണ്ടുപോകുന്നതാണോ അല്ല മേലെയും താഴേക്ക് കൊണ്ടിരുന്നതായിരിക്കും അല്ലേ ഓസിൽ. നമ്മുടെ കേരളത്തിൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ കാണുന്ന പോലെയുള്ള വഴി, അതിനോട് ചേർന്ന് വീടുകളും ഒക്കെ ആയിട്ടത്. കണ്ടോ, അവിടെയൊക്കെ ഒരു വീടുണ്ട്. കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അത് ഇവിടെ വന്നപ്പോഴത്തേക്കും. നല്ല കുത്തിറക്കുവാണ് കേട്ടോ, കാലങ്ങ് പിടിക്കുന്നില്ല. അവിടെ 2 പട്ടികൾ കിടക്കുന്നുണ്ട്. അത് കടിക്കില്ല എന്ന് പറഞ്ഞ കേട്ടോ. അവിടെ ഒരു പയ്യൻ വന്ന് നിൽക്കുന്നുണ്ട്. ഞാൻ ഇറങ്ങി വന്നെ കണ്ടിട്ട്. കടിക്കോ? അങ്ങനെ ഒരുവിധം പട്ടിയുടെ വായിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇതിലെ പോയാൽ എത്താൻ പറ്റുമെന്നാണ് പറഞ്ഞത് താഴെ ടൗണിലേക്ക്. ഇവിടുത്തെ ഗ്രാമീണരൊക്കെ ആയിട്ടുള്ളവർ താമസിക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. ഈ മലയുടെ മുകളിൽ ഒരുപാട് വീടുകളുണ്ട്. ചെറിയ ചെറിയ വീടുകളും ഒക്കെ ഉണ്ട് കേട്ടോ ഈ മലയുടെ മുകളിൽ. ഇതേ കണ്ടില്ലേ, ഇതുണ്ടോ ടൗൺ കണ്ടോ, വിരാജ്പേട്ട് ടൗണ്. ഒരു സ്കൂട്ടറൊക്കെ കയറി വരാനുള്ള മാത്രം വീതിയുള്ളൂ. നല്ല ചെടികളൊക്കെ വളർന്ന് നിൽക്കുന്നുണ്ടല്ലേ വഴി സൈഡിൽ. അപ്പോൾ ഈ മലയുടെ മുകളിൽ ഒരുപാട് വീടുകളുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ചെറിയ വഴി, മെയിനായിട്ടും ഇങ്ങനെ ഒരു വഴിയുണ്ട്. അപ്പോൾ ആ വഴിയുടെ സൈഡിൽ കൂടെ ഓരോ വീടുകളിലേക്കും കയറി പോകാനായിട്ട് ഇങ്ങനെ സ്റ്റെപ്പുകളും അതുപോലെ ചെറിയ വഴികളൊക്കെ പണിതിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ഇതിലേക്ക് എങ്ങനെയാണ് ഈ സ്കൂട്ടർ കയറ്റിക്കൊണ്ട് വരുന്നത് നോക്കി. നല്ല കുത്ത് കയറ്റമാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽക്കൂടെയൊക്കെ നടക്കുന്ന അതേ ഒരു ഫീൽ തന്നെയാണ് കിട്ടുന്നത് കേട്ടോ. നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളില്ല ഇങ്ങനെയുള്ള മലയോര ഗ്രാമങ്ങളിലൊക്കെ വന്ന അതേ ഫീൽ തന്നെയാണ് ഇതിൽ നടക്കുമ്പോൾ. വീടുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ സാമ്യമുണ്ട് നമ്മുടെ നാട്ടിലെ വീടുകൾ പോലെ തന്നെ. വഴികളും പറമ്പുകളും എല്ലാം അതുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ. ശരിക്കൊരു ഗ്രഹാതുരത്വം തോന്നുന്നുണ്ടേ. കന്നഡ നാടാണെന്നുണ്ടെങ്കിലും, കന്നഡ നാടെന്ന് പറയുന്നുണ്ടെങ്കിലും ഇവിടെ ഒത്തിരി മലയാളികളുണ്ട്. മലയാളികൾ ഈ കണ്ണൂർ ഭാഗത്തു നിന്നൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന് താമസിക്കുന്ന ഒരു വീടൊക്കെ പണിത് ഈ കടകളൊക്കെ നടത്തുന്നത്. ഇവിടെ ഞാൻ രാവിലെ കഴിക്കാൻ ഒരു ഹോട്ടലിൽ കയറി. ഞാൻ വീഡിയോയിൽ അത് കാണിച്ചിരുന്നേ ഉള്ളൂ. ഒരു മലയാളി ചേട്ടൻ നടത്തുന്ന കേട്ടോ. ഇപ്പോൾ കണ്ണൂർ ഭാഗത്തൊക്കെ കിട്ടുന്ന ഈ പത്തലില്ല, അരിപ്പത്തൽ എന്നൊക്കെ പറയുന്നത്, അങ്ങനെയുള്ള വളരെ രുചികരമായിട്ടുള്ള വിഭവങ്ങളൊക്കെയുള്ള അങ്ങനെ ഹോട്ടലുകളും അല്ലാതെ ഒരുപാട് കടകളൊക്കെ നടത്തുന്ന ഒത്തിരി പേരുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ നടന്നു വന്ന ഈ ചെറിയ വഴി കണ്ടില്ലത്, മറ്റൊരു വഴിയിലേക്ക് വന്ന് ജോയിൻ ചെയ്തേക്കുവാണ്. പിന്നെ നമുക്ക് ഈ ഡയറക്ഷനിൽ പോകണമായിരിക്കും. ഇനി താഴേക്ക് സ്റ്റെപ്പുകളാണേ. അതെ, ഒരു വീട് കണ്ടോ, അതിൻ്റെ മുന്നിലായിട്ട് ഒരു തുളസിത്തറ കാണാം. ഇവിടെ നിന്നൊക്കെ ടൗണിൻ്റെ കാഴ്ചകൾ കാണാം കേട്ടോ. അവിടെ ഒരു അമ്പലമുണ്ട് കണ്ടോ, താഴെ ഒരു അമ്പലമുണ്ട്. ഇതും ശിവൻ്റെ ഒരു അമ്പലമാണെന്ന് തോന്നുന്നു. കണ്ടില്ല, ഗേറ്റിൽ ഓമൊക്കെ കാണാം. അമ്പലം പൂട്ടിയേക്കുവാണ്. അപ്പോൾ അതെ, നമ്മൾ കണ്ട ഈ അമ്പലത്തിൻ്റെ ആർച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ വരെ എത്തുള്ളൂ കേട്ടോ. ഞാൻ വിചാരിച്ച് ആ ടൗണിൻ്റെ ഏറ്റവും താഴെ വരെ നമുക്ക് ഇറങ്ങി ചെല്ലായിരിക്കുമെന്ന്. പക്ഷേ അതെ, ആ റോഡിലേക്ക് നമ്മൾ രാവിലെ പോയില്ലേ, വണ്ടിക്ക് പോയ ആ ഒരു
റോഡിലേക്ക് തന്നെയാണ് എത്തുന്നത്. വീണ്ടും താഴേക്ക് നടക്കാനായിട്ടുണ്ട് ടൗണിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ. ഒത്തിരി ദൂരം നടക്കാനൊന്നുമില്ല കേട്ടോ. ആ മലയുടെ നല്ലൊരു ശതമാനം നമ്മളിപ്പോൾ ഇറങ്ങി പോന്നിട്ടുണ്ടേ. ഈ മല കയറ്റത്തിനേക്കാളും ബുദ്ധിമുട്ട് മല ഇറങ്ങുന്നതാണ് കേട്ടോ. കാല് നന്നായിട്ട് പിടിക്കുന്നുണ്ട് അങ്ങോട്ട്. പ്രോപ്പറായിട്ട് നമുക്ക് സ്റ്റെപ്പ് എടുത്ത് വെച്ച് നടക്കാൻ പറ്റുന്നില്ല കണ്ടോ. നമ്മൾ ഏകദേശം ഒരു നിരപ്പിലെത്തിയെന്ന് തന്നെ പറയാം. ഈ റോഡിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതാണ് മൊത്തം പൊടി പടലങ്ങളൊക്കെ ആയിട്ട് ഒരു വണ്ടി വരുമ്പോഴത്തേനും പൊടി ഇങ്ങനെ നിറയുവാണ് ഈ റോഡ് മൊത്തം. അപ്പോൾ കണ്ടില്ലേ ആ മലയുടെ താഴെ എത്തി കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നൊക്കെയാണ് ആ വീടുകളങ്ങ് തുടങ്ങുന്നത്. അങ്ങനെ ആ മലയുടെ ഏറ്റവും മുകളിൽ വരെ കാണാം നമുക്ക് വീടുകൾ ഒരുപാട്. ഇവിടെ കുറേ അമ്പലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ടൗണൊക്കെ അലങ്കരിച്ചേക്കുന്നതൊക്കെ. ഈ ഒരു സൈഡിൽ നമുക്ക് ഒരുപാട് വീടുകൾ കാണാം. ഈ സൈഡ് കംപ്ലീറ്റ് വീടുകളും പിന്നെ ചെറിയ കടകളൊക്കെയാണുള്ളത്. ഇങ്ങനെ അഗ്രഹാരങ്ങളൊക്കെയാണെന്ന് തോന്നുന്നത് കണ്ടിട്ട്. ആ ഒരു മാതൃകയിലാണേ കണ്ടോ. അതൊക്കെ ശരിക്കും കൊടകുകാരാണ്. അവരുടെ വേഷവിധാനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ഇവിടെ ഈ കൊടകിലുള്ളവർ മാത്രമല്ല, മലയാളികളും കന്നഡ മറ്റു നാടുകളിൽ നിന്നുള്ള കന്നഡക്കാരൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഈ കൊടകുകാരെ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും അവരുടെ ആ ഒരു വേഷമൊക്കെ കാണുമ്പോഴത്തേനും. ഇതൊക്കെ പഴയ വീടുകളാണ്, ഇങ്ങനെ 2 നിലകളിലായിട്ട്. മേളത്തേല ഇങ്ങനെ ഓടൊക്കെ മേഞ്ഞിട്ട്. അപ്പോൾ ഒത്തിരി കുടുംബങ്ങൾ താമസിക്കുന്നൊരു സ്ഥലമാണ് ഇത്. ഉണ്ടല്ലേ, ഒരുപാട് മുറികളൊക്കെ ആയിട്ട്. ഒരു ഫാമിലി തന്നെ ആയിരിക്കില്ല. പിന്നെ ആ ഒരു ഭാഗത്തൊക്കെ പുതിയ കാലത്ത് നിർമ്മിച്ച വീടുകളൊക്കെ കാണാൻ സാധിക്കും. ഓലമൊക്കെ വച്ചിട്ടുണ്ട് വീടിൻ്റെ മുറ്റത്ത്. എന്താണ് ഇവിടെ ഇങ്ങനെ ഒരു സ്ഥാപനം കാണാം കേട്ടോ. കുറേ പേര് ക്യൂ നിൽക്കുന്നുണ്ട്. റേഷൻ കടയാണ് ഇവിടുത്തെ. റേഷൻ കടയിൽ അരിയൊക്കെ വാങ്ങാനായിട്ട് ക്യൂ നിൽക്കുന്നതാണ്. അരിയൊക്കെ ചാക്കുകളിലാക്കി നിറച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ. ചേട്ടൻ്റെ പേര് മന്ദണ്ണ എന്നാണ്. മലയാളം നന്നായിട്ട് അറിയാം അല്ലേ? ആ, ഇവിടെ കുടകിലുള്ളവർക്ക് മലയാളം അറിയാമോ? കുറേ ആൾക്കാർക്ക് അറിയാം അല്ലേ? ആ, റേഷൻ വാങ്ങാനുള്ള തിരക്കാ അല്ലേ? ആ, എവിടെ താമസിക്കുന്നത്? എവിടെയാണ്? ഇവിടുന്ന് 2 കിലോമീറ്റർ പോകണോ? ഓക്കെ. എല്ലാവരും റേഷൻ വാങ്ങാനായിട്ട് വന്നിരിക്കുന്നത് അല്ലേ? ഇവിടുത്തെ റേഷൻ കാർഡ് കാണിക്കുമോ? കാർഡ് കണ്ടോ, ഇതാണ് ഇവിടുത്തെ റേഷൻ കാർഡ്. ഇവരൊക്കെ കുടകിലുള്ളവർ തന്നെയാണോ? അതെ അല്ലേ? ആ, ശരി. തിരക്കുണ്ടോ ഇന്ന്? ഇതിൻ്റെ റേഷൻ വിതരണം ഏതൊക്കെ ഇങ്ങനെ ദിവസങ്ങളും വല്ലതും ഉണ്ടോ? എപ്പോഴും തന്നെ ഉണ്ടല്ലേ? ആ, ശരി. എന്നാൽ കണ്ടോ, അതിനോട് ചേർന്ന് ചെറിയൊരു കട. ഒരു പഴയ ഒരു ബിൽഡിങ്ങിലാണ് ആ റേഷൻ കട പ്രവർത്തിക്കുന്നത് കേട്ടോ. ഇത് ഇവിടെ ഈ കാണുന്നത് ഒരു ആക്രിക്കടയാണ്. ആക്രി സാധനങ്ങളെ കൊണ്ട് നിരത്തിയിട്ടേക്കുന്നു. നോക്കി എന്തെല്ലാം കാഴ്ചകളാണല്ലേ നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്കും. ഇതൊരു ക്ലിനിക്ക് കാണാം കേട്ടോ. പാർത്താസ് ക്ലിനിക്ക്, ചൈൽഡ് സ്പെഷ്യലിസ്റ്റ്. പൂട്ടിയിട്ടേക്കുവാണേ, ഡോക്ടറൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഇവിടെ ഒരു അമ്പലമുണ്ട്. ഇവിടെ ഒത്തിരി അമ്പലങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ടൗണിലൊക്കെ നല്ല തിരക്കായിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു മോസ്ക് കാണാം കേട്ടോ. ഭയങ്കര പൊടിയാട്ടോ ഈ വഴി, കണ്ടില്ലേ? നമ്മൾ ആ വ്യൂ പോയിന്റിൽ നിന്ന് കണ്ട പല കാഴ്ചകളിലേക്കുമാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ മോസ്ക് ഒക്കെ അതിൻ്റെ മിനാരങ്ങൾ എന്നല്ല പറയുന്നത്, ആ ഉയർന്നു നിൽക്കുന്നത് കേട്ടോ. അതുപോലെ ആ ഒരു സൈഡിൽ നമുക്ക് മകുടം കാണാം. ജാമിയ മസ്ജിദ് എന്നാണ് ഈ മോസ്കിൻ്റെ പേര്. എന്നോട് ചോദിച്ചപ്പം അറിയാൻ സാധിച്ചു കേട്ടോ. ഈ മോസ്കിൻ്റെ ഇവിടുന്ന് നോക്കിയാൽ നമുക്കൊരു ക്രിസ്ത്യൻ ദേവാലയം കാണാവേ. അതിൻ്റെ ഒരു പൂർണ്ണ രൂപം നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കില്ല. അതിൻ്റെ ആർക്കിടെക്ചർ കണ്ടില്ലേ, ഉയർന്ന ഗോപുരങ്ങളൊക്കെ ആയിട്ട്. ചെറിയൊരു ജംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ നല്ല ബ്ലോക്കാണ് കേട്ടോ ഇവിടെ. അവിടെ ഒരു ട്രാഫിക് പോലീസുകാരനൊക്കെ ഉണ്ട് നിയന്ത്രിക്കാനായിട്ട്. ഇവിടെ ഒരു സ്റ്റാച്ചു കാണാം കേട്ടോ. ഹരദാസ അപ്പച്ച എന്ന കവിയുടെ സ്റ്റാച്ചു ആണ് കേട്ടോ. കൊടവ കവിയും നാടകകൃത്തൊക്കെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് സമർപ്പിച്ചിരിക്കുന്ന ഒരു സ്റ്റാച്ചു മണ്ഡപമാണ് ഈ കാണുന്നത്. അപ്പോൾ ആ കവിയുടെ ജീവിത കാലയളവൊക്കെ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1868 ജനിച്ചത്. 1944 സമാധിയാവുന്നത് കേട്ടോ. നമ്മുടെ നാട്ടിൽ ചില ചന്തകളൊക്കെ ഇല്ലേ, പഴയ ചന്തകൾ. അപ്പോൾ ആ ചന്തകളിലൊക്കെ ചെല്ലുന്ന അതേ ഒരു അനുഭവം തന്നെയാണ് ഇതിലൂടെ നടക്കുമ്പോഴും. ചങ്ങനാശ്ശേരി ചന്തയിലൊക്കെ ചെല്ലുമ്പം കാണുന്ന രീതിയിലുള്ള ഓടുമേഞ്ഞ പഴയ കെട്ടിടങ്ങൾ. ഇതൊക്കെ പഴയ കെട്ടിടങ്ങളാണ്. ഇവിടെ ഈ ടൗൺഷിപ്പൊക്കെ രൂപീകൃതമായ കാലത്ത് നിർമ്മിച്ചതൊക്കെ ആയിരിക്കാം. നല്ല രീതിയിൽ പഴക്കമുണ്ട്. ഈ നിര കെട്ടിടം മൊത്തം അങ്ങനെ ഉണ്ടെങ്കിലും നമുക്ക് പുതിയ രീതിയിലുള്ള ബിൽഡിങ്ങുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ കടകളെല്ലാം തന്നെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ എല്ലാ രീതിയിലുള്ള കടകളും ഉണ്ട് കേട്ടോ. എല്ലാ സാധനങ്ങളും നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന കടകൾ ഈ ഒരു ടൗൺഷിപ്പിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല ചൂടായിട്ടോ. പക്ഷേ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഉള്ള ചൂടിൻ്റെ അത്രയും ആ ഒരു കാഠിന്യം, എന്താ പറയുക, അത്രയും പുകച്ചിൽ അനുഭവപ്പെടുന്നില്ല എന്ന് പറയാം കേട്ടോ. ഇത് കുറച്ച് ഉയർന്ന ഒരു പ്രദേശം ആയതുകൊണ്ടായിരിക്കാം. വലിയ ചൂട് അനുഭവപ്പെടുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും കുറച്ച് സമയം നടക്കുമ്പോഴത്തേന് ടയേർഡാവുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ.
ഈ മടിക്കേരി കഴിഞ്ഞാൽ കുടകിലെ വലിയ ടൗൺഷിപ്പ് വിരാജ്പേട്ടാണ്. വിരാജ്പേട്ട് എന്ന പേര് വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് വിരാജ്പേട്ടിൻ്റെ സ്ഥാപകനായ ദൊഡ്ഡവീര രാജേന്ദ്രനിൽ നിന്നാണ് കേട്ടോ. 1792 അദ്ദേഹം ഈ ടൗൺഷിപ്പ് സ്ഥാപിക്കുന്നത് കേട്ടോ. 1780 മുതൽ 1809 വരെയുള്ള കാലയളവിൽ കൂർഗ് സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ മൈസൂർ രാജാവായിരുന്ന ടിപ്പു സുൽത്താൻ്റെ അധിനിവേശത്തിൽ നിന്നൊക്കെ ഈ കൂർഗ് സാമ്രാജ്യത്തിനെ മോചിപ്പിക്കുകയുണ്ടായി. മൈസൂറും ബ്രിട്ടീഷുകാരുമായിട്ടുള്ള ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരുമായിട്ടുള്ള യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരുടെ പക്ഷത്ത് കൂടിയിട്ട് മൈസൂരിനെയൊക്കെ തോൽപ്പിക്കുന്നതിലൊക്കെ പങ്കുവച്ചിട്ടുണ്ട് കേട്ടോ. മൈസൂരിൻ്റെ അധിനിവേശങ്ങളൊക്കെ തകർക്കുകയും മൈസൂർ രാജ്യമായിട്ട് ടിപ്പു സുൽത്താനായിട്ട് നേരിട്ട് പല പോരാട്ടങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ആ പോരാട്ടങ്ങളിലൊക്കെ തന്നെ വിജയിക്കുകയും ചെയ്തു. അപ്പം അദ്ദേഹത്തിൻ്റെ വിജയങ്ങളൊക്കെ ശ്രദ്ധിച്ച ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1790 ഒരു സഖ്യം വാഗ്ദാനം ചെയ്തു. അപ്പോൾ ആ വാഗ്ദാനം സ്വീകരിച്ച് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒപ്പം ചേർന്ന് അതേ വർഷം തന്നെ 1785 ടിപ്പു സുൽത്താൻ പിടിച്ചടക്കിയ ഭാഗമണ്ഡൽ കോട്ട തിരിച്ചു പിടിക്കുകയും ചെയ്തു. അപ്പോൾ ബ്രിട്ടീഷുകാരെ നല്ല രീതിയിൽ സഹായിക്കുകയും ഈ മൈസൂർ സൈന്യമായിട്ട് പല പോരാട്ടങ്ങൾ പിന്നീട് ഉണ്ടാകുകയും 1809 ടിപ്പു സുൽത്താൻ്റെ സൈന്യമായിട്ടുള്ള ഏറ്റുമുട്ടലിലാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നത് കേട്ടോ. ദൊഡ്ഡവീര രാജേന്ദ്രൻ്റെ ശവകുടീരം നമുക്ക് കുടകിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സൊക്കെ സ്ഥിതി ചെയ്യുന്ന മടിക്കേരിയിൽ ചെന്നാൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെയുള്ളവരൊക്കെ അദ്ദേഹത്തെ ഒരു ദൈവതുല്യനായിട്ട് കണ്ടിട്ട് ആ ശവകുടീരമൊക്കെ ഇങ്ങനെ ആരാധിച്ചു പോരുവാണ് കേട്ടോ. നമ്മൾ ആ മോസ്കിൻ്റെ അവിടെ നിന്ന് കണ്ട ചർച്ചാണ് സെയിൻറ്റ് ആൻസ് ചർച്ച്. ഒരു പ്രത്യേക ആകൃതിയിലാണ് ഈ പള്ളി പണിതിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് പള്ളിയുടെ മുൻവശത്തു നിന്നുള്ള രൂപം. ആ വലിയ ഗോപുരങ്ങൾ തന്നെയാണ് ഏറെ ശ്രദ്ധേയം എന്ന് പറയുന്നത്. പള്ളിയോട് ചേർന്ന് സെയിൻറ്റ് ആൻസ് സ്കൂളും കോളേജുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പള്ളിമുറ്റത്ത് നിന്ന് നോക്കിയാൽ നമ്മൾ രാവിലെ കയറിപ്പോയ വലിയ മല കാണാം കേട്ടോ. മലയുടെ ഒരുപാട് വീടുകളുണ്ട്. നമ്മൾ ആ മലയിലെ ചെറിയൊരു ഭാഗത്ത് മാത്രമാണ് പോയത്. ഒത്തിരി വീടുകൾ നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ കാണാൻ സാധിക്കും കേട്ടോ, മലയുടെ മേളിലൊക്കെ ആയിട്ട്. അപ്പോൾ അതെ, ഈ ഹോട്ടലിൽ നിന്നാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. മലയാളി ചേട്ടൻ നടത്തുന്ന ഹോട്ടലാണ് കേട്ടോ. കൃഷ്ണവിലാസം അല്ലേ? കൃഷ്ണവിലാസം എന്നല്ലേ പേര്? ചേട്ടൻ എവിടെ? നാട്ടിലെവിടെയാ? കണ്ണൂർ. നല്ല അടിപൊളി ഫുഡ്. നമ്മുടെ കണ്ണൂരൊക്കെ കിട്ടുന്ന പോലെ പത്തലല്ലേ? പത്തല നമ്മുടെ നാടൻ പലഹാരങ്ങളൊക്കെ ഉണ്ട്. പുട്ടുണ്ട്, ഇത് എണ്ണ പലഹാരങ്ങളൊക്കെ റെഡി ആയിട്ട് കിടക്കുന്നു. പരിപ്പ് വട, ബോളി. ഇത് മാംഗ്ലൂർ ബണ്ണല്ലേ? അത് ആക്ച്വലി അതെ, മാംഗ്ലൂർ ബണ്ണിന്റെ സിമിലാരിറ്റി ഉള്ളതാണ്. നല്ല മധുരമുള്ള അല്ലേ? പേരെന്താ? എൻ്റെ പേര് ദർശൻ. ദർശൻ, ഓക്കെ. ഇത് എത്ര വർഷമായി ഹോട്ടലിലൂടെ? ഏകദേശം അപ്രോക്സ് ഒരു 100 years ആയിനപ്പാ. 100 വർഷമായി അല്ലേ? അപ്പം അച്ഛമ്മ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ശരി ശരി. ഞാൻ തേർഡ് ജനറേഷൻ ആണ്. ഇവിടെ വൈറ്റ് റൈസും ഉണ്ട്, ബോയിൽഡ് റൈസും ഉണ്ട് അല്ലേ? ഊണ് മതി. ഊണും മീൻ വറുത്തുമാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. മീൻ ചാറുണ്ടോ? മീൻ ചാറ് ഒഴിച്ചു. ഇത് മീൻ ചാറല്ലേ? വേണ്ട, മോര് കറിയാണെന്ന് തോന്നുന്നു അല്ലേ? മഞ്ഞ കളറിൽ. ഒഴിച്ചു. സാമ്പാർ വേണ്ട, മീൻ ചാറ് ഒഴിച്ചതിക്ക് വേണ്ട. അപ്പം തോരൻ കറി, ക്യാബേജ് ഉണ്ട്, അച്ചാറുണ്ട്, ഇതേ മീനിൻ്റെ ചാറ് ഒഴിച്ചിട്ടുണ്ട്. ചൂരയാണ്. ബംബിളി. ഓക്കെ, എന്നാൽ ചൂര മതി. ഇവിടെ ചൂട് കുറവാണെന്ന് ഞാൻ പറഞ്ഞെങ്കിലും ആ വാക്യം തിരിച്ചെടുക്കുക കേട്ടോ. നല്ല ചൂടാണ്. പോരാത്തതിന് ഇപ്പം ഉച്ചയായപ്പോഴത്തേനും. അപ്പോൾ 100 വർഷം പഴക്കമുള്ള ഹോട്ടലിൻ്റെ കിച്ചണൊന്ന് നമുക്ക് കാണാം കേട്ടോ. അടിപൊളി വിൻറ്റേജ് കിച്ചൺ അല്ലേ? ഇത് ഈ ഹോട്ടൽ തുടങ്ങിയപ്പം ഇങ്ങനെ തന്നെ ആയിരുന്നോ? മാറ്റങ്ങളൊക്കെ നടത്തി വന്നിട്ടുണ്ടോ? അടുപ്പ് പഴയ തരം അടുപ്പായിരുന്നു, അത് കുറച്ച് ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് ടൈപ്പിലേക്ക് ആക്കി. ഓക്കെ, വിറകടുപ്പുകളാ അല്ലേ? ഗ്യാസും ഉണ്ടോ? ഗ്യാസ് ഒരു ചായക്ക് മാത്രമേ ഉള്ളൂ. ഇവിടെ ഗ്യാസിന് ക്ഷാമമുണ്ടോ? ഗ്യാസിന് ഇപ്പം ഉണ്ടല്ലേ? ഷോർട്ടായി ഉണ്ട്. ഓക്കെ, നമുക്ക് അങ്ങനെ പ്രശ്നം വന്നില്ല, കാരണം അടുപ്പായതുകൊണ്ട്. അത് തന്നെ. ഇവിടെ കൂടുതലും അടുപ്പാണ്. അതുകൊണ്ട് മീൻ ലൈവായിട്ട് പൊരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെന്നാ മീനായിട്ടാ? അത് തവ ഫ്രൈ. ഇത് ചൂരയാണോ? ബബ്ലി. ചൂര. ഓക്കെ. ഇപ്പം കുറച്ച് മീന് വരുന്ന കുറവാണല്ലോ. ഓക്കെ, മീനുകളൊക്കെ എവിടുന്നാ വരുന്നത്? മീന് ഇരിട്ടി, കണ്ണൂർ അവിടുന്ന്, നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ. ഇവിടെ നമ്മുടെ കേരളക്കാർക്ക് ഒത്തിരി കടകളൊക്കെ ഉണ്ടല്ലേ? അതിർത്തി പങ്കിടുന്ന. അതെ. വലിയൊരു കിച്ചണാണ്. ഇത് കണ്ടില്ലേ? ഇഡ്ഡലിക്കും ഒക്കെ മാവ് അരയ്ക്കുന്ന കണ്ടില്ലേ? പത്തൽ. ഈ പത്തലൊന്ന് കാണിച്ചു തരാം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. ഈ കണ്ണൂർ ഭാഗത്തൊക്കെ വരുമ്പോഴാണ് നമ്മൾ മെയിനായിട്ട് ഇത് കഴിക്കുന്നത്. കണ്ടില്ലേ? ഇതാണ് പത്തൽ. നമ്മുടെ പൂരിയൊക്കെ പോലെ അല്ലേ? കണ്ടിഞ്ഞ പൂരിയൊക്കെ പോലെ, പക്ഷേ ഇത് അരി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പൂരിയും പത്തിരിയും കൂടെ രണ്ടും കൂടെ ഇടകലർന്ന സാധനം അല്ലേ? പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. അത് മുട്ട റോസ്റ്റുമാണ് രാവിലെ കഴിച്ച് വിടുന്നത്. വേറെ അല്ല സഹായത്തിന് നാട്ടിൽ നിന്ന് ആരെങ്കിലും ഉണ്ടോ? ഇല്ല, തന്നെയാണല്ലേ?
രാവിലെ വൈകിട്ടും ഉണ്ടല്ലേ ഭക്ഷണം? ഇല്ല, വൈകിട്ടില്ല. വൈകിട്ടില്ല. രാവിലെ ഉച്ച സമയം. ഉണ്ട് പഴയ ചില്ലലമാരി. ഈ കുടക് മേഖലയിലേക്ക്, കുടകിൻ്റെ പല ഭാഗങ്ങളിലേക്കും വലിയ കുടിയേറ്റം തന്നെ നടന്നിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ നിന്ന്. അത് പ്രധാനമായിട്ട് ഈ സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ തോട്ടങ്ങളിലൊക്കെ പണി ചെയ്യാനും അതുപോലെ കൃഷി നടത്താനും, കാപ്പി, ഏലം, കുരുമുളകൊക്കെ കൃഷി ചെയ്യാനും, പിന്നെ ഇവിടെ വന്നിട്ട് തോട്ടങ്ങളൊക്കെ വാങ്ങിച്ച് അങ്ങനെ ഒത്തിരി പേർക്ക് ഇവരുടെ കൈവശം, മലയാളികളുടെ കൈവശം ഇവിടെ കാപ്പിത്തോട്ടങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ സ്ഥിര താമസമാക്കിയിരിക്കുന്നു. ഇവിടെ കച്ചവടങ്ങൾ ചെയ്യുന്നവരായിട്ടുള്ള മലയാളികൾ ഒരുപാട് പേരുണ്ട്. ഇവിടെ താമസിക്കണമെങ്കിൽ കന്നഡ അറിയില്ല എന്നോർത്ത് വേറെ വിഷയമൊന്നുമില്ല കേട്ടോ. ഇവിടെയുള്ള എല്ലാവർക്കും മലയാളം അത്യാവശ്യം സംസാരിക്കാൻ അറിയാം. കാരണം ഇത് ഒരു അതിർത്തി പ്രദേശമാണ്, നമ്മുടെ കേരളമായിട്ട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ. നമ്മുടെ കഴിഞ്ഞ മൈസൂർ യാത്രയായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചാണ് കേട്ടോ. അപ്പോൾ മൈസൂരിൽ നിന്നാണ് വിരാജ്പേട്ടിലേക്ക് വന്നത്. ഇനി ഇവിടെ തിരിച്ച് നാട്ടിലേക്ക് പോകണം. തലശ്ശേരി എന്നുണ്ട്. ഞാൻ തലശ്ശേരിയിൽ നിന്നാണ് ബസ് ബുക്ക് ചെയ്തേക്കുന്നത്. ഇവിടെ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഉണ്ട്. അവിടെ നിന്നാൽ നമ്മുടെ KSRTC ബസ്സൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ടൈമിംഗ് ഇന്നിപ്പോൾ ഈ 2 മണിക്ക് ഒരു ബസ്സുണ്ട്. എപ്പോഴും ബസ് കിട്ടില്ല. പിന്നെ മൈസൂരിൽ നിന്ന് വരുന്ന കർണാടക RTC ബസ്സൊക്കെ ഈ കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്നുണ്ട്. ആ ബസ്സിൽ കയറിയാൽ നമുക്ക് പോകാൻ പറ്റും. തലശ്ശേരി ഭാഗത്തൊക്കെ പോകുന്ന ബസ്സുകളൊക്കെ ഉണ്ട്. എന്തായാലും ഇത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ 2 മണിക്ക് ഒരു ബസ് വരുമെന്നാണ് പറഞ്ഞത് കേട്ടോ. ഇതാണ് ഇവിടുത്തെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. അപ്പം സർക്കാരിൻ്റെ ബസ് സ്റ്റാൻഡ് തൊട്ട് താഴെയായിട്ടാണ് വരുന്നത്. ഇവിടെ നിന്ന് ഒരു 80 കിലോമീറ്റർ അടുത്തുണ്ട് തലശ്ശേരി വരെയുള്ള ദൂരം. 2.5 മണിക്കൂറിൻ്റെ യാത്രയുണ്ട് കേട്ടോ. ഇവിടെ ഈ ബസ്സുകളുടെ ടൈമിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, കൂടുതലും തലശ്ശേരി ഭാഗത്തേക്കാണ്, തലശ്ശേരി കണ്ണൂർ ഭാഗത്തേക്കാണ്. രാവിലെ 6:15 മുതൽ ബസ്സുണ്ട്. നമ്മുടെ കേരളത്തിലേക്ക് പോകുന്ന ബസ്സുകളുടെ ലിസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് തലശ്ശേരിക്ക് പോകണമെന്നുണ്ടെങ്കിൽ അടുത്ത ബസ് ഇനി 3 മണിക്കേ ഉള്ളൂ. കണ്ടോ, ഇതൊക്കെ കണ്ണൂർ പോകുന്നതാണ്. ഈ ബസ്സൊക്കെ കയറി 2:45 ബസ്സുണ്ട്, അത് കണ്ണൂരിന് പോകുന്നതാണ്. നമുക്ക് തലശ്ശേരിക്ക് പോകുന്നുണ്ടെങ്കിൽ 3 മണി വരെ വെയിറ്റ് ചെയ്യണം. ഇവിടുത്തെ ടൗണിലുള്ള ചെറിയൊരു ചന്തയാണേ. ഇവിടെ കുറേ കടകളൊക്കെ ഇങ്ങനെ പ്രവർത്തിക്കുന്നില്ല കേട്ടോ. അതുകൊണ്ടല്ലേ സവാളക്കട, പിന്നെ ഉണക്കമീനുകൾ, കുറച്ച് കടകളൊക്കെ ഉള്ളൂ എന്ന് തോന്നുന്നു. ഈ കടയിൽ മൊത്തം ഉണക്കമീനുകളാണ്. കടയിൽ ആരെയും കാണുന്നില്ല കേട്ടോ. പിന്നെ ഇടുങ്ങിയ ഒരു വഴി. ഇവിടെ ഉണക്കമീനുകൾ മാത്രമേ ഉള്ളൂ അല്ലേ? ചേട്ടൻ്റെ കടയാണോ? ഓക്കെ. ഇവിടെ കുറച്ച് കടകളേ ഉള്ളൂ ഇതിൻ്റെ അത്? ബുധനാഴ്ചയില അല്ലേ? എല്ലാ കടകളും കാണുമോ? ഓക്കെ. എൻ്റെ വീട് തൊടുപുഴയാണ്. ഇതൊക്കെ എവിടെ നിന്നാണ് കൊണ്ടുവരേണ്ടത് ഈ മീനുകളൊക്കെ? മംഗലാപുരം സൈഡിൽ നിന്നല്ലേ? എല്ലാ കൂട്ടും ഉണ്ടല്ലേ? നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ കൂട്ടുകളും തന്നെ ഉണ്ടേ. ഒഴുക, ചെറിയ ഒഴുകയുണ്ട്. ഇതൊക്കെ എന്താ ഈ പാക്കറ്റിലാക്കി വെച്ചേക്കുന്നത്? അതെ അല്ലേ? ഇങ്ങനെ കവറിലാക്കിയിട്ട്. ഇത് ഈ ഉപ്പിട്ട മീനല്ലേ? ഇതെങ്ങനെ വിലയൊക്കെ എങ്ങനെയാ? 120 രൂപ. പിന്നെ കിലോ അല്ല അല്ലേ? 1/2 കിലോ ഉണ്ട്. തൂക്കിയും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ മീൻ കൊണ്ടിങ്ങനെ നിരത്തി വെച്ചേക്കുന്നുണ്ടല്ലേ? ഒഴുക മീൻ, കൊഴുവ, നത്തോലി എന്നൊക്കെ പറയണേ. അപ്പം ബുധനാഴ്ചയാണ് മെയിനായിട്ട് ഈ മാർക്കറ്റ് പ്രവർത്തിക്കുന്നത് കേട്ടോ. എന്നാലും ഇപ്പോൾ കടകളൊക്കെ ഉണ്ട്, കുറച്ച് കടകളൊക്കെ കാണാം നമുക്കിവിടെ. പച്ചക്കറി കടകളൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. തിരക്കില്ലാത്തൊരു ചന്ത. അപ്പോൾ തിരക്ക് ഉള്ളപ്പം അടിപൊളിയായിരിക്കും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ. അപ്പോൾ അങ്ങനെ അവിടെ നോക്കി വന്നപ്പോഴത്തേക്കും എന്താ ഒരു ബസ് കോഴിക്കോടിന് പോകുന്ന വണ്ടി കേട്ടോ. ഇതിൽ കയറിയാൽ തലശ്ശേരിയിൽ ഇറങ്ങാം. അങ്ങനെ വിരാജ്പേട്ട് പട്ടണമൊക്കെ പിന്നിലാക്കി ബസ് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. പോകുന്ന വഴിക്ക് ഫോറസ്റ്റിൻ്റെ കുറേ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. അടിപൊളി റൂട്ടാണ്. ഞാനിതിൽ പോയിട്ടില്ല, ഫോറസ്റ്റാണെന്നറിയാം. എന്തായാലും കാണാമല്ലോ. ഈ കാണുന്നൊക്കെ പാടശേഖരങ്ങളാണ് ശരിക്കും. ഇവിടെ ഈ കൃഷി ഇറക്കാത്തതുകൊണ്ട് അങ്ങനെ കിടക്കുന്നതാണ് കേട്ടോ. നെൽകൃഷി, ഇതൊക്കെ കാപ്പിത്തോട്ടങ്ങളുണ്ടല്ലേ? വലിയ കാപ്പിത്തോട്ടങ്ങളും. അപ്പോൾ അതിൻ്റെയൊക്കെ ഉള്ളിലായിട്ട് ഓരോ കെട്ടിടങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഫോറസ്റ്റിൻ്റെ അത് എൻട്രി ചെയ്തിരിക്കുകയാണ് കേട്ടോ. നല്ല തിക്കായിട്ടുള്ള ഫോറസ്റ്റാണ് കേട്ടോ. ഏകദേശം നമ്മുടെ മലക്കപ്പാറയിൽ നിന്ന് അതിരപ്പള്ളിക്ക് പോകുന്ന റൂട്ടില്ലേ,
അതുപോലെയൊക്കെ തന്നെ ഉണ്ട്. ഒരു ഗ്യാപ്പ് പോലും ഇല്ലാതെയാണ് മരങ്ങൾ തിങ്ങി വളരുന്നത്. നല്ലൊരു ചുരമാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ പോകുന്ന വണ്ടി, കോഴിക്കോടിലേക്ക്. ഇരിട്ടി, മട്ടന്നൂർ, കൂത്തുപറമ്പ്, വടകര, കൊയിലാണ്ടി വഴി കോഴിക്കോടിന് പോകുന്ന കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ഹോട്ടലുണ്ട്, ചെറിയൊരു കടയുണ്ട്. ഇവിടെ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് നിർത്തിയതാണ്. മക്കൂട്ട എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്, മക്കൂട്ട. ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിലായിട്ടാണ്. സർബത്തുണ്ടോ? എന്നൊരു തണുത്ത സർബത്ത് എടുക്കാം. ഇവിടെയാണോ? ഉപ്പിലിട്ട മാങ്ങയും നെല്ലിക്കയൊക്കെ കാണാമല്ലോ. തണുത്തൊരു സർബത്ത് എടുക്കാം. സോഡ സർബത്ത്. സർബത്ത് വേണോ? സർബത്ത് വേണോ? വേണ്ട. നല്ലൊരാശ്വാസം. എത്രയാ? നമ്മൾ കൂടെയാ. എൻ്റെ അടുത്താണ് ഇരിക്കുന്നത് ബസ്സിൽ. ഈ സ്ഥലത്തിൻ്റെ ഒരു മാക്കൂട്ടം. ഓക്കെ. ശരി. ഈ ഫോറസ്റ്റിൻ്റെ പേരാണോ മക്കൂട്ടം? അതെ അല്ലേ. മക്കൂട്ടാന്ന് എഴുതിയേക്കുന്നത് അവിടെയൊക്കെ. ഓക്കെ. ഈ ബസ്സുകളെല്ലാം അവിടെ നിർത്തൂല്ലേ? നിർത്തിയിട്ട് അതുപോലെ ബാത്റൂമൊക്കെ ഉണ്ട്. അവിടെ ഒരു ബാത്റൂമൊക്കെ ഉണ്ട്. ഇവിടെ നിർത്തുള്ളൂ അല്ലേ? ഇവിടെ നിർത്തും. ഈ ഒരു ഹോട്ടലുള്ളതുകൊണ്ട്. അതെ. മേളിൽ അവിടെ പോലീസിൻ്റെ ഔട്ട് പോസ്റ്റ് ആക്കാറുണ്ട് അല്ലേ? ഇവിടെ മൃഗങ്ങളൊക്കെ ഉള്ളതല്ലേ ഇതിൻ്റെ അത്? ഇല്ല. അപ്പോൾ നമ്മുടെ ബസ് എടുക്കുക കേട്ടോ. ഫോറസ്റ്റ് കഴിയാറേ. അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ. നമ്മൾ നേരെ ഇവിടുന്ന് കൂട്ടുപുഴയ്ക്കാണ് ചെല്ലുന്നത്. ഒരു പ്രത്യേക ഫീൽ തന്നെ കേട്ടോ ഈ ഫോറസ്റ്റിൻ്റെ അതോടെ ബസ്സിൻ്റെ സൈഡ് സീറ്റിലൊക്കെ ഇരുന്ന് ഇതിൻ്റെ കാഴ്ചകളെ കണ്ടുവരാൻ. ചെറിയൊരു മഴയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട്. മക്കൂട്ട ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റാണ്. ഫോറസ്റ്റ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ആ ചുരം തുടങ്ങുന്നതിൻ്റെ അവിടെയാണ് ആ കടയൊക്കെ വരുന്നത്. ഇതും ഫോറസ്റ്റിൻ്റെ ഭാഗം തന്നെയാണ്. ഇതിപ്പോൾ നേരെ ഈ വഴി ചെന്ന് കയറുന്നത് കൂട്ടുപുഴയിലേക്കാണ്. അങ്ങനെ ഈ പാലം കഴിയുന്നതോടുകൂടി നമ്മുടെ കേരളത്തിലേക്ക് കയറുകയാണ് കേട്ടോ. ശരി, ഓക്കെ, കാണാം. കേരള ബോർഡറായി. ഇവിടെ RTOയുടെ ഒരു ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട്. ഇവിടെ തലശ്ശേരിക്ക് ഇനി 54 കിലോമീറ്റർ ഉണ്ടേ. അങ്ങനെ ഏകദേശം ഒരു 3 മണിക്കൂറിനടുത്ത് യാത്രയ്ക്ക് ശേഷം തലശ്ശേരിയിലെത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നമുക്കൊരു ക്ലോക്ക് ടവർ കാണാവേ. അപ്പോൾ സമയം വന്നിട്ട് 5:30 ആവാനായിട്ട് പോകുന്നു. ഇപ്പോഴാണ് ഞാനൊരു കാര്യത്തെപ്പറ്റി ചിന്തിക്കുന്നത്. നമ്മൾ മൈസൂരിൽ പോയി ചെയ്ത കഴിഞ്ഞ 2 വീഡിയോസിലും ഓരോ ക്ലോക്ക് ടവറുകൾ വീതം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇന്ന് വിരാജ്പേട്ടിലെത്തിയപ്പം അവിടെ ഒരു ക്ലോക്ക് ടവർ, ഒന്നും പോരാത്തതിന് തിരിച്ചു പോകുന്ന വഴിക്കത് തലശ്ശേരിയിൽ അടുത്ത ക്ലോക്ക് ടവർ. അതൊരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുവാണ്. അപ്പോൾ എന്തായാലും കുടക് നമ്മൾ ശരിക്കും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ജസ്റ്റ് പോകുന്ന വഴിയിൽ വിരാജ്പേട്ടിൽ ഇറങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും വീണ്ടും കുടകിൽ വരണം. ഒരുപാട് സ്ഥലങ്ങളും കാഴ്ചകളൊക്കെ കാണാനായിട്ടുണ്ട്. എന്തായാലും തൽക്കാലം നമ്മുടെ ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.